ഹായ് ഗൈസ്, നമ്മളിന്ന് ബാച്ചിലർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോറി ഗൈസ്, ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ പറ്റിയത്. സാധാരണ മാങ്ങ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വേറെ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനായി നമ്മളുടെ കയ്യിലുള്ള മാങ്ങ തോലിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം, ഉപ്പ്, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾ ഇത്രയും ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അതിനുള്ളിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, കുരുമുളക്. ഇപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിന് കുരുമുളക് ആഡ് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട. കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ട് അതിനുള്ളിൽ നമ്മുടെ മാങ്ങ ഒന്ന് വെന്തിട്ടുണ്ടാവും. അതിലേക്ക് ഈ അരപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മുടെ തൈര് കട്ടയെ കുറച്ചെടുത്ത് അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം കറി താളിക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുക, കുറച്ച് ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില ഇത് നന്നായിട്ട് വറുത്ത് കോരിയിട്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മാമ്പഴ പുളിശ്ശേരി റെഡിയായി.